നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ 75% പോകുന്നത് നമ്മൾ ആക്റ്റീവായ മസിലിലേക്കാണ്, 20% പോകുന്നത് നമ്മുടെ ലിവറിലേക്കാണ്, 5% പോകുന്നത് നമ്മുടെ ബ്ലഡിലേക്കാണ്. അപ്പൊ നമ്മൾ മസിൽ ആക്റ്റീവ് അല്ലെങ്കിൽ കഴിക്കുന്ന ഫുഡ് ലിവറിലേക്ക് പോകുന്ന കൂടി ഫാറ്റി ലിവറും ബ്ലഡിലേക്ക് പോകുന്ന കൂടി ഷുഗറും ആവും. അപ്പൊ നിങ്ങൾക്ക് ഫുഡ് കഴിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ എംജിയുമായിട്ട് കണക്ട് ചെയ്യുക, ആ ഫുഡിനെ നമുക്ക് എന്ത് ചെയ്യാം, മസിലാക്കി മാറ്റാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യം യഥാർത്ഥത്തിൽ ശരിയാണോ? ഒരു ഫിറ്റ്നസ് ട്രെയിനർ എന്ന നിലയിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ കണ്ട വീഡിയോയിൽ പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ 75% മസിലിലേക്കും 20% ലിവറിലേക്കും 5% ബ്ലഡിലേക്കുമാണ് പോകുന്നത് എന്നാണ്. ലിവറിലേക്ക് പോയത് ഫാറ്റി ലിവറായും ബ്ലഡിലേക്ക് പോയത് ഷുഗറായി മാറുമെന്നുമാണ്. കേൾക്കുമ്പോൾ ഇത് വളരെ ലോജിക്കലായി തോന്നാം. പക്ഷെ ഒരു ഫിറ്റ്നസ് ട്രെയിനർ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് മനുഷ്യ ശരീരം ഇത്ര സിമ്പിളായി ഒരു ശതമാനക്കണക്ക് വെച്ച് പ്രവർത്തിക്കുന്ന സിസ്റ്റമല്ല എന്നതാണ്. എല്ലാവർക്കും ഒരുപോലെ ബാധകമായ ഒരു സ്ഥിരമായ 75-20-5 ഫോർമുല ശരീരത്തിനില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിച്ചതിന് ശേഷം ശരീരത്തിൻ്റെ ആവശ്യാനുസരണം വിവിധ അവയവങ്ങളും കോശങ്ങളും അതിനെ ഉപയോഗിക്കുന്നു. അതുപോലെ ബ്ലഡിലേക്ക് എത്തുന്ന എല്ലാ പോഷകങ്ങളും ഷുഗറായി മാറുന്നു എന്നതും ശാസ്ത്രീയമായി ശരിയല്ല. കാർബോഹൈഡ്രേറ്റുകൾ ഗ്ലൂക്കോസായി മാറി രക്തത്തിലൂടെ സഞ്ചരിക്കുന്നത് ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രവർത്തനമാണ്, അതൊരു രോഗമല്ല. എന്നാൽ ഇൻസുലിൻ്റെ പ്രവർത്തനത്തിൽ തകരാറുകൾ ഉണ്ടാകുമ്പോഴാണ് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രണം വിട്ട് പ്രമേഹം പോലുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ലിവറിൽ എത്തുന്ന ഭക്ഷണം നേരിട്ട് ഫാറ്റി ലിവർ ആകുന്നില്ല. ദീർഘകാലം അമിത കലോറി സ്വീകരിക്കൽ, വ്യായാമക്കുറവ്, ഇൻസുലിൻ റെസിസ്റ്റൻസി, അമിതവണ്ണം, മറ്റ് ജീവിതശൈലി ഘടകങ്ങൾ എന്നിവ ഒരുമിച്ചാണ് ഫാറ്റി ലിവറിലേക്ക് നയിക്കുന്നത്.